ഹലോ പീപ്പിൾ, ദീപൻ ഷോർട്ട് മൂവി റിവ്യൂയിലേക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്വാഗതം. റിവ്യൂയിലേക്ക് പോകാം. ഹനീഫ് അദാനി സംവിധാനം ചെയ്ത് ഉണ്ണി മുതൽ നായകനായ ഒരു സർട്ടിഫിക്കറ്റ് സിനിമയാണ് മാർക്കോ സിനിമ ഞാൻ തിയേറ്ററിൽ ചെന്ന് കണ്ടായിരുന്നു. ഗംഭീര സിനിമ. ഫസ്റ്റ് തന്നെ എനിക്ക് പറയേണ്ടത് ഫാമിലിയായിട്ട് ഒത്തിരുന്ന് കാണാൻ പറ്റിയ സിനിമയല്ല മാർക്കോ. ഇത് ഫുള്ളും വയലൻസ് ഉള്ള ഇന്ത്യൻ സിനിമയിൽ ഇന്നേ വരെ ഇറങ്ങിയിട്ടുള്ള സിനിമയിൽ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞ നീതി പുലർത്തിയിട്ടുള്ള ഒരു സിനിമയാണ് മാർക്കോ എന്നുള്ള ചിത്രം. മൊത്തം വയലൻസാണ് ഇതിലുള്ളത്. കാരണം എന്ന് വെച്ചാൽ ചില സീനുകൾ കണ്ടു കഴിഞ്ഞാൽ കിട്ടിയില്ല മേക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. കട്ടർ കൊണ്ടുള്ള ഒരു ഉണ്ണിമുന്തൻ്റെ സീനൊക്കെ വേറെ ലെവലാണ്. സിനിമ 2 മണിക്കൂർ 25 മിനിറ്റ് ലെങ്ത് ഉണ്ട്. ഫസ്റ്റ് ഹാഫ് ഒരു ഇഴച്ചിലാണ്. പക്ഷേ ഫസ്റ്റ് ഹാഫിന് തൊട്ടുള്ള ഇൻ്റർമിഷൻ അത് ഗംഭീരമാണ് ചെയ്ത് വെച്ചിരിക്കുന്നത്. കാരണം വെച്ചാൽ ഇത്രയും ബഡ്ജറ്റിൽ 30 കോടി രൂപയുടെ ബഡ്ജറ്റിൽ റിച്ച് ഫ്രെയിംസ്, കോസ്റ്റ്യൂംസ്, ലുക്ക് ഉണ്ണിമുന്തൻ്റെ ഗംഭീരം. പിന്നെ ബോഡി എടുത്തു പറയേണ്ട കാര്യമാണ്. അങ്ങനെ കിട്ടിലോട്ട് ചെയ്ത് പണിയെടുത്തിട്ടുണ്ട് ഈ സിനിമയിൽ. ആക്ഷൻ സീക്വൻസും ഗംഭീരമായി വന്നിട്ടുണ്ട്. നിങ്ങൾ നല്ല വയലൻസൊക്കെ കണ്ട് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും കാണാൻ പറ്റിയ സിനിമയാണ് മാർക്കോ. വയലൻസ് എന്ന് വെച്ചാൽ അപ്പുറ വയലൻസ്. പിന്നെ വില്ലൻ എടുത്തു പറയണം. സാധാരണ ഒരു നായകൻ ഇങ്ങനെ 1 man ഷോ അടക്കുമ്പം വില്ലൻ എടുത്തു പറയേണ്ട കാര്യമുണ്ട്. കാരണം വില്ലൻ നടനെ ഒതുക്കി വെക്കുന്ന സീനൊക്കെ ഉണ്ട്. പോകുമ്പോൾ കയറി ആ നടനെ ഒതുക്കി വെക്കുന്ന സീൻ എന്ന് വെച്ചാൽ വേറെ ലെവലാണ്. ആ വില്ലൻ കയറി അങ്ങ് അഴിഞ്ഞാടും. അതൊക്കെ നിങ്ങൾ തിയേറ്ററിൽ ചെന്ന് കാണണം. പിന്നെ ഉണ്ണിമുന്തൻ്റെ ഒരു ഡയലോഗുണ്ട്, കുടുംബത്തെ തൊട്ടവരെ അങ്ങ് തീർക്കണം. അതിന് നീതി പുലർത്തിയ ഒരു സംഭവം തന്നെയാണ് ആ ഡയലോഗും. പിന്നെ രവി ബസൂറിൻ്റെ മ്യൂസിക് വർക്ക് അടിപൊളിയായിട്ടുണ്ട്. ഓരോ മ്യൂസിക് വർക്കും നമുക്കും അങ്ങനെ അഭിമാനത്തോടെ പറയാം. ഒരു മാർക്കോ എന്ന് പറയുന്ന സിനിമ നമുക്കും ഉണ്ട്. ഇന്ത്യയിലെ മോസ്റ്റ് വയലൻറ്റ് സിനിമ എന്ന സിനിമയ്ക്ക് നമുക്ക് അവകാശപ്പെടാൻ പറ്റും മാർക്കോ എന്ന് പറഞ്ഞ സിനിമ. ഉണ്ണിമുന്തനെ വേറെ ലെവലാക്കിയിട്ടുണ്ട്. ഇപ്പം ബോക്സ് ഓഫീസിൽ നിന്ന് ഏകദേശം ആദ്യ ദിനം ആഗോള ബോക്സ് ഓഫീസ് എന്ന് പറയുന്നത് ഏകദേശം 10 കോടിക്ക് അടുത്തെത്തിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഏകദേശം 9 കോടിയും 50 ലക്ഷം രൂപയാണ് സിനിമയുടെ കളക്ഷൻ എന്ന് പറയുന്നത്. ഇന്ന് നല്ല ഇരട്ടി കളക്ഷൻ ആയിരിക്കും. കാരണം വെച്ചാൽ ഈ സിനിമയ്ക്ക് നല്ല പോസിറ്റീവ് റിവ്യൂ ആണ് എവിടെയെങ്കിലും വന്നത്. കിട്ടില്ല സിനിമ, കണ്ടു നോക്കണം നിങ്ങൾ. കിട്ടില്ല സിനിമ. നിങ്ങൾ ധൈര്യമായിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്തോ. കാരണം വെച്ചാൽ തിയേറ്ററിൽ കാണേണ്ട സംഭവങ്ങളാണ്. പിന്നെ ഒരു 8 മിനിറ്റ് കട്ടുണ്ട്. അതിന് OTT വരുമ്പോൾ മാത്രമേ ആ കട്ടും കൂടെ ഇതിൽ ചേർക്കുകയുള്ളൂ. വല്ല തിയേറ്ററിൽ അല്ല സർട്ടിഫിക്കറ്റ് സിനിമയിൽ ഒരുപാട് കൊടൂരമായിട്ട് ഇത് കണ്ടപ്പോൾ തന്നെ ഏകദേശം കാര്യങ്ങളെല്ലാം മനസ്സിലായി. എന്ത് വയലൻസ്, ചുമ്മാ സർട്ടിഫിക്കറ്റ് കൊടുത്ത സിനിമയല്ല, വയലൻസിനുണ്ട്. പിന്നെ ഉണ്ണിമുന്തൻ്റെ സ്ക്രീൻ പ്രസൻസും അയാളെ കാര്യങ്ങളെല്ലാം നോക്കി അയാൾ നല്ല പണിയെടുത്തിട്ടുണ്ട്. വില്ലനും എടുത്ത് പറയേണ്ട കാര്യം. പിന്നെ ജഗദീഷ് ഏട്ടനും സിദ്ദിഖ് ഏട്ടനും ഗംഭീരമായിട്ട് വന്നിട്ടുണ്ട്. 2 പേരും കിട്ടില്ലോ തന്നെയാണ്. ജഗദീഷ് ഏട്ടനെ കൂടെ എടുത്ത് പറയണം. കാരണം വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ഒരു വേറിട്ട ഒരു കഥാപാത്രമായിരിക്കും. വില്ലനിസം കിട്ടില്ലോയിട്ട് വന്നിട്ടുണ്ട് സത്യം. പിന്നെ ലാസ്റ്റ് ഒരു ടെസ്റ്റോടെ കൊണ്ടാണ് സിനിമ അവസാനിപ്പിക്കുന്നത്. സിനിമ ഓവറോൾ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഗംഭീരമായിട്ട് തിയേറ്ററിൽ നിന്ന് ആസ്വദിച്ച് കാണാൻ പറ്റി. കാരണം വെച്ചാൽ ഉണ്ണിമുന്തൻ എന്ന് പറയുന്ന അദ്ദേഹം ഈ സിനിമ ചെയ്തു വെച്ചിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ തിയേറ്ററിൽ ചെന്ന് തന്നെ കാണാൻ ശ്രമിക്കുക. നമുക്ക് അഭിമാനത്തോടെ പറയാം ഇന്ത്യയിലെ ഏറ്റവും വയലൻ്റ് ആയിട്ടുള്ള സിനിമ ഇപ്പം മാർക്കോ ആണ്. കാരണം വെച്ചാൽ ഇതുവരെയ്ക്കുള്ള എല്ലാ സിനിമകളും എടുത്തു പറയണേ ഞാൻ കിട്ടില്ല വയലൻസ് സിനിമ. നല്ല ക്വാളിറ്റി ഫ്രെയിംസ്, 30 കോടിക്ക് ബഡ്ജറ്റ് ഇറങ്ങിയ സിനിമ, നല്ല ക്വാളിറ്റി ഫ്രെയിംസ് എല്ലാം ഉണ്ട്. മിഷ്യൻ ഗണ്ണിനൊക്കെ ഒരു സീനുണ്ട്. അതൊക്കെ കാണണം. അതൊക്കെ നിങ്ങൾ തിയേറ്ററിൽ ചെന്ന് എക്സ്പീരിയൻസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് എന്താണ് ആ സിനിമയുടെ റേഞ്ച് നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എനിക്ക് സിനിമയെക്കുറിച്ച് പറയാനുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ട് ഞാൻ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ടതിന് നന്ദിയുണ്ട്.